ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാവരും രാവിലെ എണീച്ച് കുടിച്ച് ഫ്രഷായി ഈ ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ആവേണ്ട പരിപാടിയിലുള്ളത്. സോറി, ചെക്കൗട്ട് ആണല്ലേ, പുറത്തേക്ക് പോയി അടുത്തുള്ള എന്തെങ്കിലും സ്പോട്ട് കവർ ചെയ്യാന്നുള്ളതിലേക്ക് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. രാവിലെ അല്ല, ഇപ്പൊ ഏകദേശം ഒരു 12 മണി വൃത്തിയിൽ ഉറങ്ങി കുളിച്ച് ഫ്രഷായി. ഇനി ഇവിടെ അടുത്തുള്ളൊരു ടെമ്പിൾ ഉണ്ട്, നമ്മുടെ സ്വയംഭുനാഥ് ടെമ്പിൾ എന്നാണ്. ആ ടെമ്പിളിൽ പോകണം. അത് ഇവിടുത്തെ അടിപൊളി സ്പോട്ടാണ്. പിന്നെ പോകുന്ന വഴി ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല, എന്നിട്ട് സെറ്റായിട്ട് പോകാനുള്ള മൈൻഡ് എല്ലാവരും സെറ്റപ്പായി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പോകണം, ഇതാണ് നമ്മളെ ഹോസ്റ്റല്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് അത്യാവശ്യം സ്പോട്ടെല്ലാം ഒന്ന് കവർ ചെയ്യണം. ഇവിടെ ഒന്ന് 2-3 ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാന്നുള്ളൊരു മൈൻഡിലുള്ളത്. ഹോസ്റ്റലൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പെർ ഹെഡ് 500 നേപ്പാൾ റുപ്പീസാണ് ഇവർക്ക് പറഞ്ഞത്. ബാക്കിയെല്ലായിടത്തും നിന്ന് തപ്പി നോക്കുമ്പോൾ നല്ലൊരു പൈസ പറയുന്നുണ്ടായിരുന്നു. ദീദി, സ്വയംഭുനാഥ് ടെമ്പിൾക്ക് എത്ര? സ്വയംഭുനാഥ് സ്ട്രീറ്റ് കേട്ടോ, ഇങ്ങനത്തെ ഫുൾ ബിൽഡിങ് പരിപാടീസ് ആണ് ഇവിടെ മുഴുവനായിട്ട് കാണുന്നത്. ഒരു ചിൽ സ്പോട്ട് ആയിട്ടാന്ന് തോന്നുന്നു ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ഫുൾ പാർട്ടി, പബ്, ബൂം ബൂം ഡാൻസ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അങ്ങോട്ട് പോകണം, ലെഫ്റ്റ് റൈറ്റ് പോകണം. മാപ്പ് ഇട്ട് നോക്കിയാലോ? മാപ്പ് ഇട്ട് നോക്കാറുണ്ട്. ടെമ്പിളിലേക്കുള്ള മാപ്പ് ഇടുന്ന നമ്മൾ അതിന്റെ ഒരു മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കാണല്ലോ നോക്കണം. ഇവിടെ ബോർഡെല്ലാം കാണുന്നുണ്ട്. അതെ, ഇവിടുന്ന് എങ്ങോട്ടേക്കാ? സ്വയംഭുനാഥ്. ഇവരോട് ചോദിച്ചു നോക്കാം. ദീദി നമസ്തേ, स्वयंभूनाथ टेम्पल किधर है? स्वयंभूनाथ, स्वयंभूनाथ अंदर इसमें അങ്ങോട്ടാന്ന് തോന്നുന്നു. ഏതാ മന്തി? മന്തി അപ്പൊ പോകുന്ന കാഠ്മണ്ഡു പക്ഷെ മൊത്തത്തിൽ ബിൽഡിങ്സ് ആണ്. ഇവിടെ നമുക്ക് മൗണ്ടെയിൻസ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കണ്ടമാനം ട്രക്സ് വേറെയും ഉണ്ട്. പൊക്കാറ അങ്ങനെയല്ല, പൊക്കാറ എങ്ങനെ നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്കൊരു കിടിലും മൗണ്ടെയിൻസ് ഉണ്ടാവും. ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി കിട്ടുന്നില്ല. ഇങ്ങോട്ടല്ലേ റോഡിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകും. नमस्ते, स्वयंभूनाथ टेम्पल किधर है? ആകെ ജാവാനാണ് അവൻ പറഞ്ഞത്. ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ ഇതാ വെള്ളം വെച്ചു, ഫുൾ കച്ചറ വെള്ളമാണല്ലോ. കച്ചറ വെള്ളം ഒഴിച്ചു പോകുന്നുണ്ട്. നമ്മള് ഇവിടെ ഒരു അത്യാവശ്യം ടെമ്പിളിൻ്റെ സൈഡിലാട്ടോ, ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. നമ്മളിതാ ഇവിടെ കിറങ്ങി വെച്ച് ഇവിടെ നീ വരെ നോക്കുന്നുണ്ട് എന്തെല്ലാം ഉള്ളത്. ചിക്കൻ ഫ്രൈഡ് റൈസ് 150 സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ കഴിക്കാൻ തോന്നും. നമ്മളെ ദീദി എവിടെ കഫേയിൽ വന്നേരം നമ്മളെ എവിടെയാ വന്നത്, എന്തിനാ വന്നേ, എവിടുന്നാന്ന് ചോദിച്ചു. ഹലോ ഹലോ പോലും. हेलो 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 गाइस, हेलो गाइस. थोड़ा थोड़ा आता है, हम नहीं आता है. ഇവിടുത്തെ എല്ലാ കഫേയിലും ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ചെങ്കിൽ ടേബിളിൽ തന്നെ ആസ്ട്രേ ഉണ്ടാവും. എത്ര വലിയ കഫേ ആണെങ്കിലും അവിടെ നിന്ന് എല്ലാവരും സിഗരറ്റ് എടുക്കും. നമ്മളെ വീഡിയോയിലെല്ലാം കാണുന്നത് നമ്മൾ വലിക്കുന്നോണ്ടല്ല, എല്ലാ ടേബിളിലും ഉണ്ടാവും ആസ്ട്രേ. അതുപോലെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ ഷോപ്പിലത്തെ മെനുവിലും ഡിഫറെൻ്റ് ആയിട്ടൊരു കണ്ട കാഴ്ച എന്ന് വെച്ചെങ്കിൽ ഫുഡിൻ്റെ ഇത് സിഗരറ്റിൻ്റെ പൈസയും സിഗരറ്റും ഇവിടെ തന്നെ അവർ വെക്കുന്നുണ്ട്. ഫുഡിൻ്റെ കൂടെ ഫുഡിൻ്റെ എല്ലാം ഒന്നിച്ച് സിഗരറ്റും വെക്കുന്നുണ്ട്. ഇതാ അതേപോലെ തന്നെ ഡ്രിങ്ക്സും ഇവർ കൊടുക്കുന്നുണ്ട്, ബിയർ സാധനങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു നോർമൽ കഫേയിൽ ഇത് ഇവിടുത്തെ മാത്രമല്ല എല്ലാ കഫേയിലും ഇങ്ങനെ. നമ്മളെ ജിഞ്ചർ ടീ വന്നിട്ടുണ്ട് ഇവിടെ.
ജിഞ്ചർ ടീ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നിട്ടുണ്ട് നമ്മളെ സാധനം. ഇതിന്റെ പേരെന്തായാലും മിക്സഡ് അങ്ങനത്തെ സാധനം ഓർഡർ ചെയ്തു. മിക്സഡ് കീമ ലാംപുങ്ക അങ്ങനെ എന്തോ സാധനം. വേറെ രണ്ടാമത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതാണ് വെജ് കീമ നൂഡിൽസ്. ഇനി ഒരു സാധനം കൂടി വരാനാണ് നമ്മളെ. അത് കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ. അടിയിൽ കുറച്ച് മസാലകൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ. അടിയിൽ കുറച്ച് സോസ് ഉണ്ട്, അതിങ്ങനെ എടുത്ത് മിക്സാക്കിയിട്ട് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കാം. രണ്ടാമത്തെ സാധനം വന്നിട്ടുണ്ട് കാത്തി റോൾ. ഇതെങ്ങനെയുണ്ട്? നല്ല സ്പൈസി ഇത്. നമ്മളിത് കഴിഞ്ഞിട്ട് വൺ സ്പൈസി അതിൽ കൂടുതൽ. പിന്നെ ഒരു കാത്തി റോൾ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല സ്പൈസി. ഇതിൻ്റെ പേര് വെജ് കീമ നൂഡിൽസ്. അടിയിൽ മസാലയും മുകളിൽ നൂഡിൽസ്, പിന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കണം. ഇത് പിന്നെ നോർമൽ കാത്തി റോൾ. നമ്മളിത് ഫുഡെല്ലാം കഴിച്ച് സെറ്റായി. നമ്മളിനി ഇതാണ് നമ്മളെ ടെമ്പിൾ, സ്വയംഭൂനാഥ് ടെമ്പിൾ. ഇവിടുന്നാണ് നമ്മളെ മോഹൻലാലിൻ്റെ സിനിമയിലെ യോധ അക്കുസോട്ടു എന്ന സിനിമ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത്. ആ ടെമ്പിളാണ് ഈ ടെമ്പിൾ. നമ്മൾ കയറി ഓൾമോസ്റ്റ് ആയി. ഇവിടുന്ന് നടക്കാൻ തുടങ്ങിയതാ. ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനത്തെ സുവനീസ്, ഡ്രീം ക്യാച്ചേഴ്സ്, സാധനങ്ങളെല്ലാം കൊടുക്കണം. ഇല്ല കേട്ടോ, ആടുന്ന് നോക്കുമ്പോൾ എത്തിയതുപോലെ ഇനിയും ഒരുപാടുണ്ട് കയറാൻ. പോലെ ഞാൻ ചെത്തിയത് എത്തിരിയാ കുറച്ചുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുത്താനുള്ള സ്റ്റെപ്പ് കേട്ടോ. എത്തണം. നമ്മൾ കയറിയൊരു പകുതി മുക്കാഭാഗം ഏകദേശമായി. ഇവിടെ നിന്നുള്ള വ്യൂ ആയത് മൊത്തം കാഠ്മണ്ഡു സിറ്റി ഉള്ള വ്യൂ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ ഇത്. നോർമൽ സാർക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എഴുതി പെടും. നമുക്ക് 50 ഉറുപ്പ്യം, ബാക്കിയുള്ളതൊക്കെ 200 ഉറുപ്പ്യ. സാർക്കിലുള്ള കൺട്രീസ് ഇന്ത്യ, പാകിസ്ഥാൻ, മാൽഡീവ്സ്, ഭൂട്ടാൻ എല്ലാം ഇതിൽപ്പെടും. അപ്പോൾ നമുക്ക് 50 ഉറുപ്പ്യ, ബാക്കിയുള്ളതൊക്കെ 200 ഉറുപ്പ്യ ടിക്കറ്റ് വരുന്നത്. 2 ടിക്കറ്റ് അങ്ങ് കയറാനുള്ള ടിക്കറ്റ്സ്. കീരി വന്നിട്ട് ഈ സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചാൽ മൊത്തം കാഠ്മണ്ഡു കാണുന്നുണ്ട്. ഇവിടെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഫുൾ അമ്പലവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് ഇത്. സ്വയംഭൂനാഥ് ടെമ്പിൾ. കുറേ വിഗ്രഹങ്ങളും സാധനങ്ങളും പ്രതിമകളും ഫോട്ടോഷൂട്ടും നടത്തുന്നുണ്ട്. അതാ പൊളിക്കുന്ന ഇവിടെ എന്തോ. ഇവനാണ് ഇവിടെ മെയിനായിട്ട് കളിക്കുന്നത്. ഇതാ കളിക്കുന്ന കളിക്കാരിത്. എന്തോ ചെയ്യേണ്ട പരിപാടിയാ. എത്തി നോക്കുന്നുണ്ടാ. ഫുൾ ആർട്ട് പരിപാടിയാണ്. കാണാൻ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് കാണാൻ. ഇതേപോലത്തെ ആർട്ട് പരമായിട്ടും അതേ കുറേ സുവനിയർ, ഇങ്ങനത്തെ കുറേ വിഗ്രഹങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. യെസ്. ഇവിടെ എന്തോ ഒരു ഗുൽമാലാണെന്നുള്ളത്. ഇതൊന്നും ഇന്ന് എല്ലാവർക്കും പൈസ കൊടുക്കുന്ന നമുക്കും പരിപാടി. ഇത് ഇവരെ ഇതാ പർച്ചേസിന് കൊടുക്കുന്ന ഫണ്ട്.
വേണം അങ്ങനെ ശരിക്കും. നീ നോക്കി ഒരു കെട്ട് കിട്ടിയാലോ എല്ലാവർക്കും കൊടുക്കുന്ന കെട്ടാണെങ്കിൽ ചേഞ്ച്. Nepal currency. So he's giving us. So later we have to give. ഓക്കെ. We don't have the Nepal currency. നേപ്പാൾ പൈസ ഇല്ല. He's our coordinator. Where are you from? Bhutan. ഭൂട്ടാൻ. നൈസ്. ഭൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ നേപ്പാളിൽ ഇന്ത്യ. താങ്ക് യു. അവർക്ക് മനസ്സിലായി നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഇതെന്നോളി. അങ്ങനെ ചോദിച്ചാ അല്ല ചില പറയാനില്ല. ചില ബ്ലോഗേഴ്സിലും കൊടുക്കുന്നതാണെന്നില്ലേ റീച്ചിന് വേണ്ടിട്ട്. അതെ ലാവിഷായി കളിയാപ്പാടും. എന്താ ലോട്ട് ആൾക്കാരുണ്ട്. താഴെന്തോ ഉണ്ട്. താഴെ പോയി തരാലോ. ബാങ്ക് കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഉണ്ട് കേട്ടാ. വലിയ മണി കാണുന്നുണ്ട്. നമുക്കത് അടിച്ചാലോ. ഇത് വേറൊരു എൻട്രി ആന്ന് തോന്നുന്നുണ്ട് അല്ലേ. മണി അടിക്കാം. ചോദിക്കൊന്നും വേണ്ട. വാ അടിച്ചാളിയാ. നമ്മളൊരു മണി അടിക്കും. 1.5 അടി അടിക്കുവാനോ? അത്യാവശ്യം മണി അടിച്ചിട്ട് ആൾക്കാരെ ഞെട്ടിക്കും. നമ്മൾ കാണിച്ചു കൊടുത്ത പോസാ. പിള്ളേരെല്ലാം ഇറങ്ങി. ആരും കയറുന്നില്ല ഇങ്ങോട്ടേക്ക്. പേടിച്ചിട്ട് നിന്നിട്ടേ ഉള്ളേ. ബൈ ബൈ ബായ് പോലും പറയുന്നില്ല. എന്ത് പിള്ളേരെ എടുത്തേ. അങ്ങനെ നമ്മളെ സ്വയംഭൂനാഥ് ടെമ്പിളെല്ലാം കയറി ഇറങ്ങി. ഇനി അടുത്ത് നമ്മൾ വേറൊരു ടെമ്പിളിലേക്കുള്ള പശുപതിനാഥ് ടെമ്പിൾ. പശുപതിനാഥ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ലോർഡ് ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെ നിന്ന് പോലും പശുപതിനാഥ് ടെമ്പിളിലേക്കെല്ലാം ബസ് കിട്ടും. പിന്നെ ഇവിടുന്ന് നേരെ ബസ് കയറി അവിടെ പോയി അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ഇനി വേറെ ഏതെങ്കിലും സ്പോട്ട് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ തിരക്ക് പരിപാടീസ് ഒന്നുമില്ല. സമാധാനത്തിലെല്ലാം ചെയ്താൽ മതി അല്ലേ. നല്ലൊരു 3-4 ദിവസം. അതാ കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം? എന്തോ സ്കൂളിലത്തെ എന്തോ സെറ്റപ്പാറ്റാ. അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങൾ. തേങ്ങ ഇതാ. ഞാൻ देखो कितना है? 30 रुपया 30. एक पीस का. पानी को? पानी 50. 50 റുപ്യ പോലും തേങ്ങൻ്റെ വെള്ളത്തിന്. നാട്ടിലത്തെ പോലെ തന്നെ അല്ലേ. തേങ്ങൻ്റെ ഒരു കഷ്ണത്തിന് 30 റുപ്യ. എന്താ എക്സ്പെൻസീവ് തേങ്ങക്കല്ല. തേങ്ങ കച്ചവടം തുടങ്ങിയെങ്കിൽ നമുക്ക് പൈസക്കാരനാണ്. ഇയാളില്ല. നമസ്തേ. ഇവിടെ പോയാൽ നമുക്ക് ഇത് കിട്ടാം. ബസ്സിൻ്റെ സ്പോട്ട്. നല്ലൊരു ഗുഡ് സൺസെറ്റ് കിട്ടുന്ന സ്പോട്ട് പോകാൻ പറ്റുന്ന. ഉധർ സേ പശുപതിനാഥ് ടെമ്പിൾ കാ ബസ് മിലേഗാ. ഹൈവേ നമ്മളെ ബാക്കി ഗൈസല്ലോ വേറെ സ്ഥലത്തല്ല. നമ്മൾ ഈ സ്ഥലത്തോ നമ്മളെ മാറി. ഇങ്ങോട്ട് പോകാനുണ്ട്. പോയി ഫുള്ള് ഇവിടെ കച്ചവടക്കാരാട്ടാ. മൊത്തം വ്യാപാരികളാണ്. ഞാൻ നടന്ന് താഴെത്തി. ഇവിടെ ഒരു ജൈൻ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഏതാണ് അതിൻ്റെ ഫ്രണ്ട് പോയാൽ അതിൻ്റെ വ്യൂ ആണ് വൃത്തി. ഇതാണ് ബുദ്ധൻ്റെ പ്രതിമ ഇവിടെയുള്ള. അതിൻ്റെ ഉള്ളിലോട്ടാണ് കറക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോനെ പ്രതിമ. പ്രതിമ ഇത്. നമ്മൾ അഞ്ചാടത്തേക്ക് തിരിച്ചിറങ്ങി. ഇവിടെ നിന്നാണ് തോന്നുന്നു ബസ്. നമ്മളെ ബാക്കി കൈസ് പറഞ്ഞ് വന്നിട്ട് ഒപ്പരം പോവാം. ഓരെയും വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. അതേതാ സാധനം തരാം കിട്ടില്ലോ.